വിധു എവിടെ? അവക്ക് ഊണൊന്നും വേണ്ടേ? അവള് മുറി അടച്ച് അകത്തിരിപ്പാ. എന്ത് പറഞ്ഞിട്ടും തുറക്കുന്നില്ല. അവക്ക് വിശക്കുന്നില്ലെന്ന്. അങ്ങനെ കൊണ്ട് വിശക്കായിരുന്ന ദിവാരനുണ്ടോ? ഞാനിപ്പോ വിളിച്ചോണ്ട് വരാം. നമ്മൾ വാല് വെല്ലിപ്പിടിക്കാൻ വന്നതല്ല. ഒരാൾ മതി, ഇങ്ങോട്ട് മാറിയേക്ക്. മോളെ വിധു, വാലിന് തുറക്ക്. ഇത് കേശവമാനാ. വിധു മോളെ, നീ എന്താ ഉറങ്ങണോ? എന്താടി? അല്ല, അവൾ ഉറങ്ങുകയാണെങ്കിലേ ചേട്ടന്റെ ചോദ്യം അവള് കേൾക്കുവോ? വിധുമോളെ, നിന്റെ കേശവമാനായി പറയണത്. നിനക്ക് വിശക്കണില്ലെങ്കിൽ കേശവമാനും വിശക്കണില്ല. ദേ, ഈ വാതിലിന്റെ മുമ്പിൽ നിരാഹാര സത്യാഗ്രഹം രക്ഷിക്കാൻ പോവാ. വിധുമോള് വന്നില്ലെങ്കിൽ മരണം വരെ കേശവമാൻ ഇവിടെ ഇരിക്കും. എനിക്കറിയില്ലേ കേശവമാൻ വിളിച്ചാൽ മോള് വരാതിരിക്കില്ലെന്ന്. ദിവാരൻ പോയി. ഒന്നും കഴിച്ചില്ലേ? കഴിച്ചെന്ന് പറഞ്ഞാൽ കഴിച്ചു. കുഞ്ഞിന് വിളമ്പി കൊടുക്കും. കാർത്തു, ഇവിടെ വരുമ്പോഴാ ഈ വീട്ടിനൊരു അനക്കം വയ്ക്കാറ്. ഈ കണക്കിനാണെങ്കിൽ വല്ലപ്പോഴും സംസാരിക്കുന്ന നമ്മളും മിണ്ടാപ്രാണികളായി പോകും. മോളെ, നീ ഇതൊന്നും അത്ര കാര്യമാക്കണ്ട. പൊന്മുടി ഒന്ന് പോയിട്ട് എന്ത് നേടാനാ? നിന്റെ അമ്മയുടെ ആത്മാവ് ഇവിടെ നിന്നോടൊപ്പം ഉണ്ടാവും. നേരെ കുഞ്ഞെ, നിന്റെ അമ്മയ്ക്ക് നിന്നെ അത്രയ്ക്ക് സ്നേഹമായിരുന്നു. നിന്നെ നോക്കാനായി എന്നെ ഇവിടെ നിർത്തിയത്. സത്യം പറഞ്ഞ എനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? എപ്പോഴെങ്കിലും നിന്റെ അമ്മ നിന്നെ എന്റെ കയ്യിലോട്ടൊന്ന് തന്നിട്ട് വേണ്ടേ? മോൾ എന്നത്തെയും പോലെ ഇവിടെ പാട്ടും കളിയുമായി ചിരിച്ചു കഴിയണം. മുഖം ഉയർത്തിയിരിക്കും മോളെ. ഇങ്ങോട്ട് നോക്കിയേ. എന്താ? ദിവാകരന്റെ മകളും ഞാനും വേറെ 10-12 പേരും കഴിഞ്ഞു കൊടുക്കുന്ന വീടായിരുന്നു. എന്താ മനസ്സിലായില്ലേ? ഞാനത് ചോദിക്കട്ടെ, ഇത് വീടോ അല്ല ശവപ്പറമ്പോ? കേശവമാൻ, ദിവാകരൻ ഇവിടെ ജീവിക്കുന്നു, അതുപോലും അറിയുന്നില്ല. ബാക്കിയുള്ളവരുടെ കാര്യം വിടൂ. തെറ്റും കുറ്റവും എന്താണെന്ന് അറിയാത്ത ഒരു മകളുണ്ടല്ലോ. അവൾ എനിക്ക് ജീവനാണ്. സംസാരിക്കുന്ന കാര്യത്തിൽ ലുബ്ധനാണല്ലോ ദിവാകരൻ. അതുകൊണ്ട് ഞാൻ സഹായിക്കാം. ഈ കാണായ സ്വത്തുക്കളെല്ലാം അവൾക്കുള്ളതാണ്. അവൾക്ക് വേണ്ടിയാണ് ദിവാകരൻ ജീവിക്കുന്നത് തന്നെ. അവളെ മനസ്സും ജീവനും അർപ്പിച്ച് സ്നേഹിക്കുന്നു. സമയമാവുമ്പോ കൊള്ളാവുന്ന ഒരുത്തനെ അവളെ വിവാഹം കഴിച്ചു കൊടുക്കും. എന്നിട്ട് അവൾ കുഞ്ഞുകുട്ടികളോടുകൂടി സസുഖം ജീവിക്കുന്നത് കണ്ടുകൊണ്ട്... അതെ കേശവമാൻ, അതെ. വെറും സ്വപ്നമാണ് ദിവാര, നടപ്പില്ല. അമ്മ വീട് വിട്ടിറങ്ങിയപ്പോ, അച്ഛൻ മരിച്ചപ്പോ അന്ന് മിണ്ടാപ്പൂച്ച ആയതാ. ആ കാര്യത്തിൽ ദിവാകരനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ എല്ലാം അറിയാവുന്ന ദിവാകരൻ മകളെ ആ ഗതികേടിലെത്തിച്ചിരിക്കുന്നു. നാവ് പോലെ അല്ല തലയെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഹലോ. അതെ. പേരെന്താ പറഞ്ഞത്? ദിവാകരൻ മുതലാളിയോ? ശരി. അച്ഛാ, അച്ഛാ. എന്താടാ? തിരുവനന്തപുരത്തുനിന്ന് ഒരു പാർട്ടി വരുന്നുണ്ട്. ഒരു അച്ഛനും മകളും. റൂം വേണമെന്ന്. ആരാ? പേര് വല്ലതും പറഞ്ഞോ? ഏതോ ഒരു ദിവാകരൻ മുതലാളിയും മകളും.
എന്താണ് അച്ഛാ? ആ മനുഷ്യൻ തന്നെ ആയിരിക്കും. എന്തിനാണിപ്പോ ഇങ്ങോട്ട് കെട്ടി വലിക്കുണ്ടാവും? എന്താണ് അച്ഛാ അങ്ങേർക്ക് കുഴപ്പം? ഒന്നുമില്ല. കാത്തു വരണമെന്നില്ല. പാവം എടുത്തൊരുങ്ങി വന്നിരിക്കാ പൊന്മുടി കാണാൻ പോവാൻ. എന്താണ് ചേട്ടാ ഇതിന്റെയൊക്കെ അർത്ഥം? എന്നെ കൂടെ കൊണ്ടുപോയി കൂടായിരുന്നോ? അവരെങ്ങോടാ പോന്നേ? പൊന്മുടിക്ക്. എന്തിനാ പോന്നേ? ഇത് കുഞ്ഞിന് പൊന്മുടി കാണണമെന്ന് പറഞ്ഞ്. എന്തുകൊണ്ടാ അവൾക്ക് ഇങ്ങനെ ആഗ്രഹം തോന്നിയത്? അവളുടെ അമ്മ അവിടെ വെച്ചാ. ആ അത് തന്നെ കാരണം. ഇപ്പൊ മനസ്സിലായോ? ഞാൻ ആ ദിവാരനോട് പറഞ്ഞു നിന്നെ കൂടെ കെട്ടിയെടുക്കണ്ടെന്ന്. അക്കാര്യം ഓർക്കുമ്പോ ഇന്നും എന്റെ കരള് പിടയ്ക്കുക. ആ അവിടെ എത്തുമ്പോ ആ കുഞ്ഞു ചോദിക്കും, നിന്റെ നാവ് പെടയ്ക്കും, നീ പറഞ്ഞു പോവും. മനസ്സിലായോ?